ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഈ ഒരു മാല എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് വെളിയിലോട്ടൊക്കെ ഉള്ള ഒരു മാലയാണ്. ഇവിടെ അങ്ങനെ കാരണം വെളിയിൽ പല ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാല സെറ്റ് ചെയ്യുന്നത്. കുറച്ച് ക്വാളിറ്റി ഉള്ള ബീഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുമല്ലേ, അപ്പം നമ്മൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ബീഡ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഈ മാല എന്ന് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ നമുക്ക് മോഡേൺ ആയിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. അപ്പം മോഡേൺ നമുക്ക് സാരിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ജീൻസ് ടോപ്പ് അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് ലോങ് ആയിട്ടുള്ള കുറച്ചൊരു മാലയാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഈ മാല നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. ഈ മാലയുടെ ഒരു മേക്കിംഗ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കിട്ടുന്ന എല്ലാ മാലയും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മാലയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ആദ്യം ഇതുപോലൊരു ചെയിൻ നമ്മൾ നല്ല നീളത്തിൽ വെട്ടിയിട്ടുണ്ട്. ഈ ചെയിൻ നമുക്കിങ്ങനെ മീറ്ററായിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഈ മെറ്റീരിയലൊക്കെ. ഞാൻ കൂടുതലും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് നടത്തുന്നത്. നമുക്ക് നേരിട്ട് പോയി ഷോപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയും ആമസോണിൽ നോക്കിയും ഒക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് ബീഡ്സ് ഇങ്ങനെ ഐപ്പിന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ പ്ലെയറൊക്കെ വെച്ചിട്ട്. അപ്പം ഈ ഒരു പ്ലെയർ അല്ല കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലെയർ വേറെ ജ്വല്ലറി മേക്കിങ്ങിന് സെപ്പറേറ്റ് ഒരു പ്ലെയർ ഉണ്ട്. അത് നിങ്ങൾക്ക് മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ കിറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഓരോ ബീഡ്സുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നടുക്ക് വെച്ചിരിക്കുന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ബീഡ്, അത് പറഞ്ഞേക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മദർ പേളാണത്. മദർ പേളിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. കാരണം അത് കുറച്ച് ഒറിജിനൽ പേളാണിത്, മദർ പേൾ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ആ മദർ പേൾ ഇല്ലെങ്കിലും പ്രശ്നമില്ല. അതുപോലത്തെ ഗ്ലാസ് ബീഡ്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് വേണമെങ്കിലും പരന്നും സ്ക്വയറിലും റൗണ്ടിലും ഒക്കെ ഇരിക്കുന്ന പല ഷേപ്പിൽ ഇരിക്കുന്ന ഗ്ലാസ് ബീഡ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇടയ്ക്കിരിക്കുന്ന ബീഡെന്ന് പറഞ്ഞേക്കുന്നത് റബ്ബർ ബീഡാണ്. ആ ബീഡിനും കുറച്ച് പ്രൈസ് കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഡിസൈൻ അല്ലാതെ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഈ ഒരു മുത്തുകളില്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുത്തുകൾ വെച്ചും പൊട്ടിപ്പോയ മാലയുടെയൊക്കെ മുത്തുകളൊക്കെ വെച്ച് നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ചെയിനിൻ്റെ ലെങ്ത് ഇത്രയും വേണ്ടെങ്കിൽ നമ്മൾ കൊളുത്തിട്ടിട്ട് നമുക്ക് നെക്ലസ് പോലെ ഇടാൻ പറ്റും, ചോക്കർ പോലെ ഇടാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ച് ലെങ്തായിട്ടുള്ള എനിക്കിഷ്ടം ലെങ്തായിട്ടുള്ള മാലകളാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടം ലെങ്തായിട്ടുള്ള മാല, ഇങ്ങനെ ഇറുകി പിടിച്ച് കിടക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ എനിക്കിഷ്ടം കുറച്ച് ലെങ്തായിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിഫറൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഐപ്പിനിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ ബീഡ്സും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ടൈപ്പ് മാലകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രോക്കൊക്കെ ഉണ്ടല്ലോ, ഫ്രോക്കിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഏതൊരു മാല ഇട്ടെന്ന് പറഞ്ഞാലും അതൊരു പുതിയ ഫാഷനായിട്ടാണ് വരുന്നത് സത്യം പറഞ്ഞാൽ. അപ്പം നമുക്ക് സാരിയുടെ കൂടെ വേണമെങ്കിൽ നമുക്കിടാം. നമ്മുടെ കോട്ടൺ ടൈപ്പ് സാരിയുടെ കൂടെയും അല്ലെങ്കിൽ ഈ ബനാറസി സാരിയുടെ കൂടെ ഒക്കെയും അല്ലെങ്കിൽ നമുക്ക് ഈ വെളിയിലുള്ള ടൈപ്പ് സാരികളൊക്കെ ഉണ്ടല്ലോ, ആ സാരിയുടെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ചെട്ടിനാട് പോലത്തെ സാരികളുടെ കൂടെ ഒക്കെ ആണെങ്കിൽ കുറച്ചൊരു മോഡേൺ ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഇടുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞേക്കുന്നത് അതൊരു നമുക്ക് ഒരു കൊളുത്താട്ടോ അത്. ആ കൊളുത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ ഇരുന്ന് ഒടിഞ്ഞു പോയായിരുന്നു. അതിൻ്റെ മണ്ടവശത്ത് ഒരു കൊളുത്ത് പോലെ ഉണ്ടായിരുന്നു ആ സർക്കിളിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒടിഞ്ഞു പോയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെച്ചു. പുതിയൊരു ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഐപ്പിന്നാണ് നമുക്ക് വേണ്ടത്. ഐപ്പിന്നും ഹെഡ് പിന്നും തമ്മിൽ മാറിപ്പോകരുത്. കാരണം ഐപ്പിൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അറ്റത്ത് ഇതുപോലൊരു വളവ് പോലെ, ഹെഡ് പിൻ ആകുമ്പോഴത്തേക്കും അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിൽ ആ ഒരു വളവും കാര്യങ്ങളും കാണത്തില്ല. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ലെങ്ത് ഇഷ്ടമുള്ള അത്രയും ലെങ്ത് എടുക്കാം കേട്ടോ. ഇപ്പം ഇത്രയും ലെങ്ത് എടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലെങ്ത് എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ലെയറാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 ലെയർ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള മുത്തെടുത്തിട്ട് 2 ലെയർ ചെയ്യാം. 3 ലെയർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഡിസൈൻ അല്ലാതെ വേറെ ഡിസൈൻ നമുക്ക് പിന്നിൻട്രസ്റ്റിലോ ഗൂഗിളിലോ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.
അപ്പം വളരെ ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇപ്പം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ജസ്റ്റ് ഒരു ജ്വല്ലറി ഈ ടൈപ്പ് ജ്വല്ലറിയുടെ ഒരു പിക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര പാടായിരിക്കും, ഇതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ വെച്ച് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഐപ്പിന്നൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ നമുക്കിഷ്ടമുള്ള ബീഡ്സ് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ സാരിയുടെ ചുരിദാറിൻ്റെ ഒക്കെ കളർ ഏതാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ച് ബീഡ്സ് വാങ്ങി നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇതാകുമ്പോൾ സിമ്പിൾ മാലയാണ്. ലോക്കറ്റൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണിത്. ഇപ്പം ഇതേ മോഡലിൽ തന്നെ നമുക്ക് കമ്മലും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഐപ്പിന്ന് വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ജ്വല്ലറിയാണ്. അപ്പം നിങ്ങൾ ഈ ടൈപ്പ് ജ്വല്ലറിയൊക്കെയാണ് ഈ എറ്റ്സി പോലുള്ള ആപ്പിൽ കാണാൻ പറ്റും. കാരണം അതിനകത്താണെങ്കിൽ ഒരുപാട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജ്വല്ലറിയുടെ ഡിസൈൻസ് ഉണ്ട്. അപ്പം എറ്റ്സി പോലുള്ള ആപ്പുകളിൽ ഈ മാലകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടുതലും വെളിയിലുള്ളവരൊക്കെയാണ് ഈ ടൈപ്പ് മാലകൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉള്ളവരങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എല്ലാവരും ട്രഡീഷണൽ ആ ഒരു ലുക്കിലാണ് പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് മോഡേൺ രീതിയിലുള്ള കുറച്ചൊരു മാലയാണിത്. പക്ഷേ മോഡേൺ രീതിയിലുള്ള മാലയാണെങ്കിൽ പോലും നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം. സാരി, ചുരിദാർ, ജീൻസ് ആൻഡ് ടോപ്പ്, അങ്ങനെ ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു മാലയുടെ മേക്കിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്, ഭയങ്കര കളർഫുള്ളായിട്ടൊരു മാലയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഷെയറും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.